മറ്റൊരു വിഷു കാലത്തെ റിലീസുകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1995 ഏപ്രിൽ മെയ് വിഷു ആ ഒരു സമ്മർ വെക്കേഷനിലൊക്കെ റിലീസുകളെ കുറിച്ചാണ്. 95 മാർച്ച് അവസാനം മോഹൻലാലിന്റെ ഒരു സിനിമ തിയേറ്ററിൽ, അത് ഇന്നും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു സിനിമയാണ്. ശരിക്കും മലയാള സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് സ്ഫടികം. അപ്പൊ മാർച്ച് അവസാനം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ എല്ലാ മാർച്ച് അവസാനവും മോഹൻലാലിന്റെ ഒരു സിനിമ പൊതുവെ ഇറങ്ങാറുണ്ട് എല്ലാ വർഷവും. 1990 മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടാവും, പക്ഷെ 90 മുതൽ നമ്മൾ പല എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ഈ മാർച്ച് മാസം അവസാനം വന്ന സിനിമ സ്ഫടികമാണ്. സ്ഫടികം ശരിക്ക് കുറെ മുമ്പ്, എനിക്ക് തോന്നുന്നു 93 അതിന്റെ ആലോചനയൊക്കെ തുടങ്ങി, കുറച്ച് സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി, അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഒരുപക്ഷെ 94 ഇറങ്ങേണ്ട സിനിമയാണ്. എനിക്ക് തോന്നുന്നു 94 തന്നെ അതിന്റെ സെൻസറിങ് ഇല്ല, 95 തന്നെയാണ് അതിന്റെ സെൻസറിങ് ഒക്കെ നടത്തുന്നത്. ആ വർഷത്തെ മോഹൻലാൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആ ഒരു സ്ഫടികത്തിനും കാലാവാണിക്കും കൂടിയാണ് കിട്ടിയത്. കാലാവാണി പക്ഷെ 96 വിഷുവിനാണ് തിയേറ്ററിൽ എത്തിയത്. 95 തന്നെ അത് സെൻസറിങ് ഒക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഈ മാർച്ച് അവസാനം തന്നെ മറ്റൊരു സിനിമ, മമ്മൂട്ടിയുടെ സിനിമ റിലീസായി. അത് മഴയത്തും മുമ്പേ എന്ന് പറഞ്ഞ സിനിമ. കമല് അതിനു മുമ്പ് ഭൂമിഗീതം, ഗസൽ, ഇങ്ങനെ കുറച്ച് സിനിമകളൊക്കെ 93 ചെയ്ത് ഒന്ന് പരാജയപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ 94 കമലിനൊരു സിനിമയില്ല. മമ്മൂട്ടി ലേറ്റ് കിട്ടി. മമ്മൂട്ടി വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു. ശ്രീനിവാസനായിട്ട് മാസങ്ങളോളം ഇരുന്ന് പല ലോക്കേഷനിലിരുന്ന് ഇവര് പല കഥകൾ ആലോചിക്കുന്നു. അവസാനം അവർക്ക് ലാൻഡ് ചെയ്തു. ഒരു കോളേജ്, ലേഡീസ് കോളേജിലെ ഒരു പ്രൊഫസറായിട്ട് മമ്മൂട്ടി വരുന്നു. അങ്ങനത്തെ നമുക്കറിയാം, നല്ലൊരു കണ്ടിട്ടുണ്ട് സിനിമ. ഞാൻ ആ ഒരു സിനിമയൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയാണ് ആ സിനിമ തിയേറ്ററിൽ എത്തുന്നത്. മാർച്ച് അവസാനം എത്തി. പിന്നെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിന് മാരാമത്തായി സ്പീക്കിംഗ് ആണ് തിയേറ്ററിൽ വന്ന സിനിമ. മാരാമത്തായിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അത് മുരളീകൃഷ്ണ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, ഫാസിലിന്റെ സഹ സംവിധായകൻ ചെയ്യാനിരുന്നിരുന്ന സിനിമയായിരുന്നു സിദ്ദിഖ്ലാലിന്റെ. പിന്നീട് മുരളീകൃഷ്ണൻ മാറുന്നു, രാജസേനൻ വരുന്നു, രാജസേനൻ മാറുന്നു, ടി കെ രാജകുമാർ വരുന്നു. അവസാനം മാണി സി കാപ്പന്റെ പേരിലാണ് സിനിമ വന്നത്, റാംജിറാവിന്റെ സെക്കൻഡ് പാർട്ട്. ആ സിനിമ ഏപ്രിൽ ഫസ്റ്റ് വീക്കിന്. പിന്നെ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി, അത് വിഷുവിന്റെ ആ ഒരു ദിവസമാണ്. വിഷുവിന്റെ തലേ ദിവസം, അതായത് ഈ മാർച്ച് അവസാനം കഴിഞ്ഞാൽ 2 ആഴ്ച ഗ്യാപ്പിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, മാർച്ച് പകുതിയിൽ സിനിമകൾ റിലീസ് ആവുന്നു, അത് കഴിഞ്ഞാൽ മാർച്ച് അവസാനം റിലീസ് ആവുന്നു. പിന്നെ ഒരു ഗ്യാപ്പിട്ടാണ് എപ്പോഴും ആ ഒരു വെക്കേഷൻ സീസണിൽ റിലീസ് ആവാറുള്ളത്. അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കുറെ നാളുകൾക്ക് ശേഷം വക്കീൽ വേഷമണിക്കാൻ സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആലഞ്ചേരി തമ്പുരാക്കൾ, സുനിൽ എന്ന് പറയുന്ന ഡയറക്ടർ, ഈ മാനത്തെ കൊട്ടാരൊക്കെ ചെയ്ത അന്നത്തെ ലോ ബഡ്ജറ്റ് സിനിമകൾ എടുത്ത് ഹിറ്റാക്കുന്ന ഒരു സംവിധായകനാണ്. അതിൽ നമുക്കറിയാം നരേന്ദ്രപ്രസാദും നെടുമുടി വേണുവാണ് പ്രധാനമായിട്ടുള്ള 2 പേര്. അവരുടെ മക്കളായിട്ട് തിരിയുന്ന ആദർശ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആനി ആയിരുന്നു അതിൽ നായികയായിട്ട് വന്നത്. പിന്നെ പ്രായിക്കര പാപ്പാൻ സിനിമ, സുരേഷ് ബാബു, നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ ഫിലിം സുരേഷ് ബാബുവിന്റെ സിനിമയാണ്. അത് ആദ്യം മോഹൻലാലിനെയൊക്കെ വെച്ച് ആലോചിച്ചിരുന്ന ഒരു കഥയൊക്കെ ആയിരുന്നു. പിന്നീട് മുരളിക്ക് അതൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സമയമാണ് നായകനായിട്ട്. പിന്നെ മുരളി വെച്ച സിനിമ ചെയ്തു, അത് വിഷുവിലായിരുന്നു. കാരണം ഇത്രയും സിനിമ, ഏകദേശം 6 സിനിമകളാണ് ഏപ്രിൽ മാസം തിയേറ്ററുകളിൽ, അല്ലെങ്കിൽ മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ അവസാനം വരെയുള്ള ആ ഒരു മാസം തിയേറ്ററുകളിലേക്ക് റിലീസായത്. ഇതിൽ ശരിക്ക് ഹിറ്റ് എന്ന് പറയുന്നത് സ്ഫടികം തന്നെയാണ്. 95 ആ ഒരു വർഷത്തെ തന്നെ ആദ്യത്തെ ഒരു 6 മാസത്തെ ഹിറ്റുകൾ, 95 തുടക്കം ജനുവരിയിൽ റിലീസായ അനിയമ്പാവ ചേട്ടമ്പാവ, പിന്നെ സ്ഫടികം, ഈ 2 സിനിമകളൊക്കെയാണ് മെയിൻ ഹിറ്റുകൾ ആയിട്ട് വന്നിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്ഫടികം തന്നെയാണെന്ന് ലോങ് റണ്ണിലും എല്ലാത്തിനും ഹിറ്റ്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ മഴയത്ത് മുമ്പേ മാനാമത്തായി വരും. ഇത് 2ലും ഏതാണ് കൂടുതൽ കളക്ഷൻ എന്ന് പറയുന്നത്? 2ഉം ഹിറ്റ് തന്നെയാണ്. പ്രായിക്കര പാപ്പാനും ആലഞ്ചേരി തമ്പുരാക്കളും അങ്ങനെ വലിയ ബഡ്ജറ്റ് സിനിമകളൊന്നുമല്ല, എങ്കിലും അന്നത്തെ ഒരു ലോ ബഡ്ജറ്റ് സിനിമകളുടെ ഒരു ബഡ്ജറ്റും, പിന്നെ ബി ക്ലാസ്, ഇ ക്ലാസ്സിലൊക്കെ കൂടുതലൊക്കെ കളക്ട് ചെയ്ത സിനിമകളാണ് ഇത് രണ്ടും. അഭിഭാഷകന്റെ കേസ് ഡയറി എനിക്ക് തോന്നുന്നു അന്ന് അതിന്റെ വിജയപരാജയങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. എങ്കിൽ പോലും ആ ഒരു സിനിമ അതായത് തിയേറ്ററിൽ ഭയങ്കര ഒരു ഹിറ്റ് ഒന്നുമല്ല. പക്ഷെ പിന്നീട് ടിവിയിലും അതുപോലെ തന്നെ കാസറ്റും ഒക്കെ കണ്ടിട്ടൊക്കെയാണ് കൂടുതൽ ആളുകൾ ആ സിനിമയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നത്. പക്ഷെ എന്തായാലും മമ്മൂട്ടിക്ക് 2 സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ മഴയ്ക്ക് മുമ്പേ ഭയങ്കര ഹിറ്റായി. അഭിഭാഷകന്റെ കേസ് ഡയറി ഒരു ആവറേജ് ആയിട്ട് പോയി. എങ്കിലും മോഹൻലാൽ തന്നെ സ്കോർ ചെയ്തത് സ്ഫടികം. പിന്നെ മെയ് ഫസ്റ്റ് വീക്ക്, എനിക്കുള്ള ഇത് ഏപ്രിൽ എൻഡ് മുതൽ തന്നെയാണ്. ഏപ്രിൽ ഏറ്റവും ലാസ്റ്റും പിന്നെ മെയ് ഫസ്റ്റ് വീക്ക് മുതൽ മെയ് അവസാനം വരെ കുറച്ച് സിനിമകൾ ഇറങ്ങിയത്. എനിക്കത് എക്സാക്ട് ഡേറ്റ് അറിയില്ല, എങ്കിലും ഞാൻ ആ സിനിമകൾ പറയാം. ഒന്ന് മിന്നാമിനിങ്ങിന് മിന്നം കിട്ടും, തുളസിദാസിന്റെ സിനിമ. ജയറാമും ശോഭനയും ജഗദീഷും ഒക്കെ അഭിനയിച്ച സിനിമ. നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു സിനിമ, നല്ല രസമുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു അവർ ആദ്യം ആലോചിച്ചത് മോഹൻലാലിനെ വെച്ച് തുളസിദാസ് മോഹൻലാലിനെ വെച്ചിട്ട് കുറെ നാളുകൾക്ക് ശേഷം പിന്നീട് മിസ്റ്റർ ബ്രഹ്മചാരി, കോളേജ് കുമാറിനൊക്കെ ചെയ്തത്. മിസ്റ്റർ ബ്രഹ്മചാരി ആയിരുന്നു. തുളസിദാസ് സിനിമയിൽ 89 വന്ന്
തോന്നുന്നു 2003 മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് പല ആലോചനകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പൂച്ചയ്ക്കാര് മണി കെട്ടും, 1000 നാവുള്ള അനന്തൻ, അതുപോലെ തന്നെ ഈ പറയുന്ന മിന്നാമിനിങ്ങിന് മിന്നും കെട്ട്, ഇതെല്ലാം മോഹൻലാലിനെ വെച്ച് തുടക്കം ആലോചിച്ചിരുന്നതാണ്. പിന്നീട് മറ്റു നടന്മാരിലേക്ക് എത്തിയത്. എന്നാലും മിന്നാമിനിങ്ങിന് മിന്നും കെട്ട് ആ മെയിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. പിന്നെ മോഹൻലാലിന്റെ തന്നെ മറ്റൊരു സിനിമ തച്ചോളി വർഗീസ് ചേക്കോ. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ അത്തരത്തിലുള്ള ഒരു റോള് നമുക്കറിയാം. ഒരുപാട് കളരിപ്പയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സിനിമയാണ്. ശരത്തിന്റെ മ്യൂസിക് ആയിരുന്നു ആ സിനിമ. പക്ഷെ അന്ന് അങ്ങനെ വലിയ വിജയമല്ലായിരുന്നു. ഈ സ്ഫടികം വന്ന് തിയേറ്ററിൽ ഇങ്ങനെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ഫടികം ഇറങ്ങിയ ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് സിനിമ ഇറങ്ങുന്നത്. പക്ഷെ സ്ഫടികത്തിന്റെ ഒരു അത് മുങ്ങിപ്പോയ ഒരു സിനിമയാണ്. പിന്നെ സാദരം എന്ന് പറയുന്ന സിനിമ ലോഹിദാസിന്റെ സ്ക്രിപ്റ്റ് ആണ്. ജോസ് തോമസ് എന്ന് പറയുന്ന സംവിധായകൻ, സുരേഷ് ഗോപിയും ലാലുലക്സും ചേട്ടനനിമാരായിട്ട്. അതൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്. ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ്. ആ സിനിമ എനിക്കൊന്ന് തിയേറ്ററിൽ അങ്ങനെ ഭയങ്കര വിജയമല്ല. പക്ഷെ ഒരു സുരേഷ് ഗോപിയുടെ ഏത് സിനിമ ഇറങ്ങിയാലും ഒരു മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ആളുകൾ കയറി കണ്ടൊരു സിനിമയാണ്. പക്ഷെ സുരേഷ് ഗോപി സിനിമയ്ക്ക് ആക്ഷൻ ഇല്ലെങ്കിൽ ഒരു വിഭാഗം പ്രേക്ഷകർ പോയിരുന്നില്ല. ഫാമിലി ഓഡിയൻസ് ചെറുപ്പക്കാരൊന്നും പോയിരുന്നില്ല. അങ്ങനെ മുങ്ങിപ്പോയ ഒരു സിനിമ തന്നെയാണ് സാധനം. പിന്നെ ബാബു ആന്റണിയുടെ സ്ട്രീറ്റ്, അതില് വിക്രം വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ സിനിമ? അനിൽ ബാബുവാണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ സിനിമ പക്ഷേ തിയേറ്ററിൽ അങ്ങനെ അന്നൊരു മിനിമം ബാബു ആന്റണിയുടെ സിനിമയ്ക്ക് പോലെ ഒരു അന്നത്തെ മറ്റ് ബാബുവിന്റെ സിനിമകളെ പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നില്ല. പക്ഷെ ഒരു ആവറേജ് പോയൊരു സിനിമയായിരുന്നു. പിന്നെ പുന്നാരം എന്ന് പറയുന്ന ജഗതി ശ്രീകുമാറിന്റെ സിനിമ. ജഗതി ശ്രീകുമാർ കൽപ്പനയാണോ ഊർവശാനെ പെട്ടെന്ന് മറന്നുപോയി. പക്ഷെ ആ സിനിമ അങ്ങനെ ഭയങ്കര ഒരു വിജയമല്ല. കുറച്ചൊരു സീരിയസ് സബ്ജക്ട് കൂടിയായിരുന്നു. പിന്നെ കളമശ്ശേരി കല്യാണ യോഗം, അത് മുകേഷ്, നവാസ്, അങ്ങനെ കുറെ പേര്, പ്രേംകുമാർ, അത് അത്യാവശ്യം തരക്കേടില്ലാത്ത തിയേറ്ററിൽ ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു മെയ് മാസം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും വലിയ ഹിറ്റ് മിന്നാമിനിങ്ങിന് മിന്നും കണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞ പിന്നെ തച്ചോളി വർഗീസ് ചേക്കോ, സാദരം, സ്ട്രീറ്റ്, കളമശ്ശേരി കല്യാണ യോഗം, പുന്നാരം എല്ലാം ആവറേജ് പോയത്. കളമശ്ശേരി കല്യാണ യോഗം അത്യാവശ്യം ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. സാദരം ആവറേജ് പോയ ഒരു സിനിമയാണ്. എങ്കിൽ പോലും എന്തായാലും ഈ 95 എന്ന് പറയുന്ന ആ ഒരു സമ്മർ വെക്കേഷനിൽ ഏപ്രിലും മെയ്യും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 എന്ന് പറയുന്നത് സ്ഫടികം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ. പിന്നെ മാർച്ച് മാസം റിലീസായ ഒരു സിനിമ അന്ന് തിയേറ്ററുകൾ അപ്പോഴും ഈ ബി ക്ലാസ് സി ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഹൈവേ എന്ന് പറയുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഹൈവേ തൃശ്ശൂര് രാഗം തിയേറ്ററിൽ അന്ന് നൂൺ ഷോ, ഈ ഏപ്രിലും മെയ്യിലും ഒക്കെ നൂൺ ഷോ ഓടിയിരുന്നതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. അന്നും തിയേറ്ററിൽ ഉണ്ടായിരുന്നു. പിന്നെ ബി ക്ലാസ് സി ക്ലാസ്സിൽ അതുണ്ടായിരുന്നു. പിന്നെ അനിയൻ ബാബ ചേട്ടൻ ബാബ സിനിമ അന്ന് ജനുവരിയിൽ ഇറങ്ങിയിരുന്നതാണ്. അത് കുറെ മാസങ്ങൾ ഓടിയ ഒരു സിനിമയാണ്. അത് വന്ന് ചില സി ക്ലാസ് സെന്റേഴ്സിലൊക്കെ അന്ന് വിഷു സീസണിൽ ഉണ്ടായതായിട്ട് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. പിന്നെ തമിഴിൽ ഒരു സിനിമ അന്ന് മാർച്ചിൽ ഇറങ്ങിയിരുന്നു. അത് ഇവിടെ ഏപ്രിലും മെയ്യിലും അത്യാവശ്യം ഓടിയ ഒരു സിനിമയാണ്. അത് ബോംബെ എന്ന് പറഞ്ഞ മണിരത്നത്തിന്റെ സിനിമയാണ്. എനിക്ക് തോന്നുന്നു അന്ന് മാർച്ച് 18 എന്താണ് അവിടെ തമിഴ്നാട്ടിൽ ഇറങ്ങിയത്. 10 18 തമിഴ്നാട്ടിൽ ഇറങ്ങിയത്. പക്ഷെ ആ സിനിമ കേരളത്തിൽ സൈമിൾട്ടേനിയസ് റിലീസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും തൃശ്ശൂർ ആ ഒരു സിനിമ മെയ് മാസമാണ് തിയേറ്ററിൽ എത്തിയിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. ഒരുപക്ഷെ അന്ന് ഈ പറഞ്ഞ സൈമിൾട്ടേനിയസ് റിലീസോ അല്ലെങ്കിൽ എന്താ പറയുക വൈഡ് റിലീസുകളോ ഒന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ. മലയാള സിനിമ പോലും വന്ന എല്ലാ ജില്ലകളിലും എല്ലാ തിയേറ്ററിലും ഒരുമിച്ച് ഇറങ്ങാറല്ലേ. വളരെ സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകൾ മാത്രമേ ഉള്ളൂ. ഇവൻ തിയേറ്റേഴ്സിന്റെ ഒരു ക്ഷാമുണ്ട് നമുക്കറിയാം. എനിക്ക് കമ്മീഷണറൊക്കെ തൃശ്ശൂർ ഇറങ്ങുന്നത് വിഷു കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. പല സിനിമകളും അങ്ങനെയാണ്. അതേപോലെ തന്നെയായിരുന്നു ബോംബെ എന്നാണ് എനിക്ക് ഓർമ്മ. പക്ഷെ ബോംബെ ഈ മെയ് മാസം തൃശ്ശൂർ രാഗം തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. അത്യാവശ്യം കേരളത്തിൽ ഓടിയ ഒരു സിനിമ തന്നെയാണ് ബോംബെ. അപ്പൊ ഇത്രയും സിനിമകളാണ് എന്റെ അറിവിലുള്ളത്. ഞാനൊന്ന് സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇതിൽ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ സിനിമകളുടെ വിജയപരാജയങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുമെങ്കിൽ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുക.